നവീൻ ബാബുവിന് അവസാനം നീതി കിട്ടി എന്ന് ഞാൻ കരുതുന്നു. പണ്ട് മുതലേ ഞാൻ പ്രകടിപ്പിച്ച ഒരാഗ്രഹമാണ് ആ കേസ്. നവീൻ ബാബുവിൻ്റെ കേസ് ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞതാണ്. ആ കേസിൻ്റെ അന്വേഷണം CBIക്ക് കൈമാറണം എന്ന് ഞാൻ നേരത്തെ മുതലേ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അതിൻ്റെ കാര്യം കേരള പോലീസ് അന്വേഷിച്ചാൽ അത് ശരിയാവത്തില്ല. കാരണം അതിൽ പ്രതി എന്നൊക്കെ പറയുന്നത് അത്രത്തോളം ശക്തിയായ ഒരു സ്ത്രീയാണ്. ഇപ്പോൾ വലിയ ഒന്നും ആണെന്ന് പറയാൻ ഒക്കത്തില്ല, കാരണം ഭരണം മാറിയതോടുകൂടി പ്രത്യേകിച്ച് കണ്ണൂർ ജില്ല തന്നെ ഏതാണ്ട് CPMനെ കൈവിട്ട അവസ്ഥയായതുകൊണ്ട് PP ദീപയ്ക്ക് ഇപ്പോൾ വലിയ പിടിപാടുകൾ കാണത്തില്ല. എന്നാലും അവിടെ ധാരാളം അണികളുമൊക്കെ ധാരാളം ഉള്ളതാണ്. അതായത് ഇത് നവീൻ ബാബുവിൻ്റെത് യഥാർത്ഥത്തിൽ ഞാനത് ഒരു ആത്മഹത്യയാണെന്ന് ഞാൻ അന്നും പറയുന്നില്ല, കാരണം എനിക്കറിയില്ല. ആത്മഹത്യ ചെയ്തതാണെങ്കിൽ അതിൻ്റെ ശരിയായ റീസൺ നമ്മൾ അറിയണം. പിന്നെ ആത്മഹത്യയാണോ അതോ ഇത് കൊലപാതകമാണോ എന്നുള്ളത് പോലും സംശയിക്കേണ്ടിയിരിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ അതിലുണ്ട്, ആ കേസിലുണ്ട്. അത് ഞാൻ ആദ്യം മുതലേ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നവീൻ ബാബുവിൻ്റെ കുടുംബം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ്. നവീൻ ബാബുവിൻ്റെ ബന്ധുക്കളും അനിയനും എല്ലാം അങ്ങനെയുള്ളവരെല്ലാം പാർട്ടി പ്രവർത്തകരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ആയിട്ട് പോലും ആ കേസ് എന്നാൽ കേരള ഗവൺമെൻറ് ഇത് CBIക്ക് വിടണം എന്ന് പറഞ്ഞിട്ട് അവർ പോയി നിവേദനമൊക്കെ കൊടുത്തു. ഒന്നും നടന്നില്ല. നവീൻ ബാബുവിൻ്റെ ഭാര്യ ഒരുപാട് അതിനുവേണ്ടി മെനക്കെട്ടു. പാവ സഹോദരിയും അവരുടെ മക്കളുമൊക്കെ കരഞ്ഞുകൊണ്ട് പോയി ഇത് ഒരുപാട് പേരെടുത്തൊക്കെ ആവശ്യപ്പെട്ടു. അവരുടെ ഈ കരച്ചിലും വിലാപവും എല്ലാം ഉണ്ടല്ലോ, അത് മുഴുവൻ ഈ ഒരു വനരോധനങ്ങളായിട്ട് മാറി. അങ്ങനെയുള്ളപ്പോൾ എന്നിട്ട് ഹൈക്കോടതി പോയി. ഹൈക്കോടതി പോയപ്പം ഹൈക്കോടതിയുടെ വിധി എന്ന് പറയുന്നത് എഗൻസ്റ്റാണ്. അപ്പോൾ പോലീസിൻ്റെ കാര്യം സ്വീകരിച്ചുകൊണ്ട് ഇത് ഒന്നും പോകേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിലേക്ക് മാറി. ഏതായാലും അങ്ങനെ ഇരുന്നപ്പോഴാണ് അവർക്കൊരു വലിയ ആശ്വാസമുണ്ടെന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ VD സതീശൻ ഗവൺമെൻറ് നിലവിൽ വന്നത്, സർക്കാർ നിലവിൽ വന്നത്. അപ്പം അതിനകത്ത് യഥാർത്ഥത്തിൽ എനിക്ക് അറിയാമായിരുന്നു, കാരണം ഇത് മിക്കവാറും ഈ ഗവൺമെൻറ് ഇതിൽ എടുക്കുക. കാരണം എല്ലാവരുടെയും മനസ്സ് നോവിച്ച ഒരു സംഭവമാണത്. എല്ലാവരുടെയും അറിയാം, നല്ലൊരു ഉദ്യോഗസ്ഥൻ, ഒരു അഴിമതിക്കാറ പുരളാത്ത ഒരു ഉദ്യോഗസ്ഥനെ അഴിമതിക്കാരനാണെന്ന് ഒരു സ്ത്രീ വന്നിരുന്ന് പറയുക. അതിന് കൂടിയിരുന്ന ഒരു കളക്ടറുണ്ട്, ഒരു വലിയ മഹാൻ. അയാൾ മൂക്കും പൊത്തിയിരുന്ന് ചിരിക്കുക ഇതും കേട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുത്തനുണ്ട്, അയാളിപ്പോൾ സർവീസിൽ കാണുന്നുണ്ടായിരിക്കും. അയാളും അല്ല ഈ അന്വേഷണത്തിൻ്റെ പരിധി വരുന്നത്. അയാൾക്കറിയാം, അയാൾ വിളിച്ചു വരുത്തിയതാണ് ഈ സ്ത്രീയെ. ഏതായാലും വന്നിട്ട് അവിടെ ഇരുന്ന് ആക്ഷേപിച്ചു. അത് മാത്രമല്ല, ആളിനെ ഏർപ്പെടുത്തി അതിൻ്റെ വീഡിയോഗ്രാഫി ചെയ്തു. അത് ചെയ്തത് മാത്രമല്ല, അത് മുഴുവൻ സോഷ്യൽ മീഡിയയിലൂടെ അങ്ങ് പബ്ലിഷ് ചെയ്തു, പരസ്യപ്പെടുത്തി. ഒരു മനുഷ്യൻ്റെ മനസ്സ് നോക്കിക്കാൻ ഇതിലും വലിയ സംഭവം വേണോ? ഒന്നും വേണ്ടല്ലോ. ആ പാവ മനുഷ്യന് സഹിക്കാൻ പറ്റി കാണത്തില്ല, ആത്മഹത്യ ചെയ്തതാണെങ്കിൽ. പിന്നെ ഇതല്ലെന്നുണ്ടെങ്കിൽ, ആത്മഹത്യ അല്ലെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ വന്നു എന്നുള്ളതിനെ കുറിച്ച് യഥാർത്ഥത്തിൽ നോക്കണം. മാത്രമല്ല, ഒരുപാട് ദുരൂഹതകൾ അതിലുണ്ടെന്ന് പറയാൻ കാരണം, ഈ ബന്ധുക്കൾ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഇത് നേരെ ഈ അവിടുത്തെ പരിയാരം മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി അവിടെ പോസ്റ്റ്മോർട്ടം നടത്തി. അപ്പോൾ നടത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധുക്കളെ കണ്ട് ഇതെല്ലാം തിരിച്ചറിയിപ്പിച്ചതിന് ശേഷം മാത്രമേ യഥാർത്ഥത്തിൽ നോക്കിയതിന് ശേഷം ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ പറ്റുള്ളൂ. ആ ഇൻക്വസ്റ്റും കഴിഞ്ഞതിന് ശേഷമുള്ള നടപടിയാണ് പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് മുമ്പ് ഇൻക്വസ്റ്റ് നടത്തിയിരിക്കണമല്ലോ. ഇത് ഇവരൊക്കെ ബന്ധുക്കളൊക്കെ അങ്ങ് ചെല്ലുന്നതിന് മുമ്പ് തന്നെ നേരെ അവിടോട്ട് കൊണ്ടുപോയി. കാരണം അവിടെ എന്താ കാര്യം എന്നറിയോ, ഈ ദിവ്യയുടെ ഭർത്താവും അതുപോലെ വേറെ ഏതോ ഈ കേസിൽ ഉൾപ്പെട്ട വേറെ ഒരുത്തനുണ്ട്, അവനുമെല്ലാം അവിടെ ജോലി ചെയ്യുക. അതാ അവിടെ സംശയാസ്പദമായ കാര്യങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണ്ടല്ലോ. ഏതായാലും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ ആ കേസിലുണ്ട്. ഈ സംശയങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ശരിയായ ഒരു CBI അന്വേഷണത്തിലൂടെ ദൂരീകരിക്കുന്നതാണ്. CBI എന്ന് കോടതി പറഞ്ഞു ഞങ്ങൾ അന്വേഷിക്കാൻ തയ്യാറാണെന്ന്. പിന്നെ കോടതി പറഞ്ഞു അത് വേണ്ടെന്ന്. എന്താ കാര്യമെന്ന് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞൂടാ. നമ്മുടെ ജുഡീഷ്യറി ഓരോ കാര്യങ്ങളല്ലേ, അതെന്താണെന്ന് പറയാൻ ഒക്കത്തില്ല. കക്ഷിക്ക് വേണം, CBI തയ്യാറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടത് CBIക്ക് വിട്ടുകൂടാ എന്നുള്ളത് എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. ഇനി അത് കേരള പോലീസിൻ്റെ മുറയിൽ തകരും. കേരള പോലീസിന് എന്തോ മുറയിലായ കാര്യത്തിൽ ഉണ്ടായിരുന്നേ. പാർട്ടി ഒരു വലിയ പാർട്ടിക്കാരിക്ക് വേണ്ടി
എന്തൊക്കെ പണികളാണ് അവർ കാണിച്ചേക്കുന്നതിനകത്ത്, ഈ കേസിനകത്ത് നമ്മൾ കണ്ടതല്ലേ. എത്ര നാൾ കഴിഞ്ഞാണ് അവർ അറസ്റ്റായത്. അപ്പോൾ അത് മനസ്സിലാക്കണം നമുക്ക്. ഇത് ഈ രീതിയിലുള്ള പോക്ക് എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമാണ്. ഇതിപ്പോൾ എന്തായാലും ശരി, ശ്രീ വി ഡി സതീശൻ ചെയ്ത ഏറ്റവും നല്ലൊരു കാര്യമാണ്. അതായത് ഒരു നല്ലൊരു പ്രവൃത്തിയാണ് ഇത്. CBIക്ക് അന്വേഷണം കൈമാറാൻ ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്തത്. അത് ഇനിയെങ്കിലും ശരിയായ ഒരു അന്വേഷണം നടക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം, നമുക്ക് കരുതാം. CBIയും വേറെ വിധത്തിൽ പോയില്ലെങ്കിൽ, സാധാരണ അങ്ങനെ പോകാൻ സാധ്യതയില്ല. അത് കാരണം CBIക്ക് കൊടുത്തേക്കുന്ന കേസുകളൊക്കെ അവർ ഏതാണ്ട് നല്ല രീതിയിൽ അന്വേഷിച്ചാൽ ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ ധാരാളം കേസുകൾ CBIക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ അന്വേഷിച്ചാൽ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇതിപ്പോൾ എങ്ങനെ വരുമെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇത്രയും കാലവും കഴിഞ്ഞു പോയില്ലേ. ഒരുപാട് തെളിവുകളൊക്കെ മാഞ്ഞു പോയി, കാലം കഴിയും തോറും മാഞ്ഞു പോകും. പക്ഷേ എത്ര മായ്ച്ചാലും മായാതെ കിടക്കുന്ന ചില തെളിവുകൾ കാണും. അതൊരു ദൈവത്തിൻ്റെ വികൃതിയാണ്, അതെപ്പോഴും കാണും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ശരിയായൊരു നടപടി വരും. ഇതിനകത്ത് പുറകിൽ ആരൊക്കെ ഉണ്ട്, എന്താണ് കാരണം എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷണം നടത്തി അത് പുറത്തു വരണം. ഏതായാലും PP ദിവ്യയ്ക്കും എതിരെ ഇപ്പോൾ കേസുണ്ട്. ആ കേസിലെ അതിനകത്ത് കുറേ സാക്ഷികളെയും കൂടെ വേണം എന്നൊക്കെ പറഞ്ഞ് കോടതി ഉത്തരവ് 173(8) അനുസരിച്ച് കൊടുത്ത പെറ്റീഷനകത്ത് ഏതാണ്ട് രണ്ടാമത് ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തി അവർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ട ഗതികേട് വന്ന എന്താ കാര്യം? പ്രോപ്പറായിട്ടുള്ള വിറ്റ്നസ്സിനെ എല്ലാം ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ കേസ് നശിപ്പിക്കാനുള്ള എല്ലാ മാർഗവും ചെയ്തു വെച്ചു. ഏതായാലും ഇനി അതങ്ങ് പോക്കാം. കാരണം ഇതുവരെയുള്ള ഇതെല്ലാം അങ്ങ് അടിച്ചു പോകും. CBI ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ ഇതെല്ലാം നിർത്തിവെക്കേണ്ടതായിട്ട് വരും. കാരണം ഇപ്പോൾ CBI നിർബന്ധമായിട്ടും അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ കോടതിയെ അറിയിക്കും ഞങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ മറ്റേ കേസിൻ്റെ ട്രയൽ അവിടെ നിർത്തിവെക്കണം. അതവിടെ കിടക്കത്തേ ഉള്ളൂ, ഒന്നുമില്ല. പിന്നെ CBIFR ഇൻവെസ്റ്റിഗേഷൻ നടത്തി വരുമ്പോൾ ഒരു ശരിയായ രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് ഫൈനൽ റിപ്പോർട്ട് വന്നാൽ അതിന് മാത്രമേ വിലയുള്ളൂ. ഏതായാലും അത് വലിയൊരു ആശ്വാസമാണ്. പാർട്ടി കുടുംബം ആയിരുന്ന ഈ നവീൻ ബാബുവിൻ്റെ ഭാര്യയും അതുപോലെ തന്നെ സഹോദരനുമൊക്കെ ഇനിയെങ്കിലും ഒന്ന് ചിന്തിക്കണം. പാർട്ടിക്ക് വേണ്ടി നടക്കാനേ ഒക്കുള്ളൂ. അവസാനം ചതിവ് പറ്റും. അങ്ങനെ ഇനിയെങ്കിലും ചതിവ് പറ്റാതിരിക്കട്ടെ. ആളുകൾക്ക് നോക്കണം, എപ്പോഴും ശ്രദ്ധിക്കണം.